ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഹോട്ടലുകളിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസ് അല്ല, നമുക്ക് പാർട്ടികളിലൊക്കെ പോകുമ്പം കിട്ടുന്ന കാറ്ററിംഗ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അതാണ് ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന റൈസ് ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചോറ് റെഡിയാക്കണം. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് അരി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ആണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വെള്ളം തിളപ്പിച്ച് അരിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന കുറച്ച് സമയമുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് എടുക്കും. അത്ര സമയം മാത്രം ഇതിങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അത്രയും മതി, അല്ലാതെ ഒത്തിരി സമയം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ചോറ് വേവിക്കാനായിട്ട് റെഡിയാക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്കൊരു 3 കഷ്ണം പട്ട, ഒരു 7-8 ഗ്രാമ്പു, ഒരു 10 ഏലക്ക ഇട്ടു. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്രൈഡ് റൈസിൽ നെയ്യുടെ ടേസ്റ്റ് ഒത്തിരി വേണ്ട. അപ്പോൾ ഈ റൈസ് വേവിക്കുന്ന സമയത്ത് ചേർക്കുന്ന ഈ 1 ടേബിൾ സ്പൂൺ മാത്രം മതി. അഥവാ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇടണം. വെള്ളം ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടുതലായിട്ട് തോന്നണം, എന്നാലേ റൈസിൽ ചോറ് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസ് ആണ്, ഒത്തിരി കുഴഞ്ഞു പോകാൻ പാടില്ല. ഓരോ ചോറും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടോ, ഇതുപോലെ ആയിരിക്കണം, ഒട്ടും കുഴഞ്ഞു പോകരുത്. ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഊറ്റി വയ്ക്കാം. ഇനി റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് ക്യാരറ്റും ബീൻസും ആണ്. ഞാനൊരു 3 ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 ബീൻസും അതുപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാധാരണ ഈ ക്യാരറ്റും ബീൻസും മാത്രമേ ഇതിനകത്ത് ചേർക്കാറുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കണം. അതിന് കറക്റ്റ് അളവൊന്നുമില്ല, ഞാനൊരു സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസിനും ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും, ഇത് രണ്ടും കൂടി നല്ലോണം ചതച്ചിട്ട് ഈ ക്യാരറ്റും ബീൻസും വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കും. അതൊരു നല്ലൊരു ഫ്ലേവറാണ്. ചതച്ച് ചേർക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു 1.5 ടീസ്പൂൺ യൂസ് ചെയ്താലും മതി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വലിയ കഷ്ണങ്ങളായിട്ട് ഇടരുത്, നല്ല പേസ്റ്റ് പോലെ തന്നെ ചതച്ചെടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് കടിക്കും, അങ്ങനെ വരാൻ പാടില്ല. ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇത് ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ഇത് രണ്ടും ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഓരോന്നും ഓരോ പീസ് നമുക്ക് കഴിക്കാൻ കിട്ടണം, ആ രീതിയിലായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. റൈസ് വേവിച്ചപ്പോൾ നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബീൻസിനും ക്യാരറ്റിനും കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വേവ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി, ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. ക്യാരറ്റും ബീൻസും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം, ഒന്ന് വാടിയിട്ടേ ഉള്ളൂ, അത്രയും മതി. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ അതെല്ലാം മാറ്റിയതിന് ശേഷം കാഷ്യൂസ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പം എണ്ണയിൽ നിന്ന് മാറ്റണം. ഉണക്കമുന്തിരിങ്ങ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചേർക്കാവേ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോള കൂടെ ഇട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയായി. ഇനി ഇത് റൈസിൻ്റെ കൂടെ ഇട്ട് കുറച്ചൊന്ന് ദം ചെയ്ത് എടുക്കണം. ദം ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ എണ്ണയോ നെയ്യോ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ.
ഇതിനകത്തേക്ക് ആദ്യം നമ്മൾ വേവിച്ച് വെച്ച ഈ ക്യാരറ്റും ബീൻസും ഉണ്ടല്ലോ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ബാക്കി പകുതി രണ്ടാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവോള ഫ്രൈ ചെയ്തത്. ഈ സവോള ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് കാഷ്യൂസ് ഫ്രൈ ചെയ്തത്. അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കാണുമ്പോൾ തന്നെ അറിയാലോ ഈ ഒരു രീതിയിലായിരിക്കണം. കണ്ടോ, ഒട്ടും തമ്മിൽ കുഴഞ്ഞു പോകാതെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയർ റൈസ് ഇട്ടിട്ട് ബാക്കിയിരിക്കുന്ന പച്ചക്കറികൾ ഇട്ടു. കുറച്ചും കൂടി സവോള, പിന്നെ കുറച്ചും കൂടി കാഷ്യൂസ് ഫ്രൈ ചെയ്തത്. ഈ സവോള ഫ്രൈ ചെയ്തത് ഞാൻ സാധാരണക്കാലം കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് താല്പര്യം പോലെ ചെയ്യണം. നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. ഈ ഫ്രൈഡ് റൈസ് പല സ്ഥലങ്ങളിലും പല രീതിയിലുണ്ടാക്കും. ചിലർ എസൻസ് ഒന്നും ചേർക്കാതെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ മിക്കവാറും നമുക്ക് ഇങ്ങനെ കഴിക്കുന്ന ഫ്രൈഡ് റൈസുകളിലും ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. അഥവാ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, ഒരു 2 ടേബിൾ സ്പൂൺ പശുവും പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഒഴിക്കണ്ട കേട്ടോ. ഇപ്പോൾ ഒരു 4-5 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി ബാക്കി റൈസ് ഇട്ടിട്ട് മുകളിൽ കുറച്ചും കൂടി ഇത് എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ഉണ്ടാക്കുമ്പോൾ ഈ റൈസിന് ചെറിയ ചെറിയ വ്യത്യാസം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബേസിക് റെസിപ്പിയാണ്. ഇത്രയും കാര്യങ്ങൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ രീതിയിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ വേറെ സാധനങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ പൈനാപ്പിൾ പീസുകൾ ചേർക്കും, ചില സ്ഥലങ്ങളിൽ ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കും, ചിലപ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ദം ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ കഴിക്കാറുള്ളത് അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ അവിടെയൊക്കെ സാധാരണ ഇത്ര സാധനങ്ങൾ മാത്രമേ ഇടാറുള്ളൂ, കൂടുതലായിട്ടൊന്നും ചേർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോളയും കുറച്ച് കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന പൈനാപ്പിൾ എസൻസ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എസൻസ് ഒഴിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, അതാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ സാധാരണ വിളമ്പുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഗോബി മഞ്ചൂരിയൻ, ഒരു സാലഡും ഒക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.